അങ്ങനെ വീക്കെൻഡ് എത്തി. ഇന്ന് ഞാനും അഭിയാണ് ട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴേ എന്റെ മനസ്സിൽ പുട്ടും ചിക്കൻ കറിയായിരുന്നു. ദോശ ഇഡ്ഡലിയൊക്കെ കഴിച്ച് ഏകദേശം മടുത്തു. ഇടയ്ക്ക് ഇങ്ങനെ പുട്ടും ചിക്കൻ കറിയും കഴിക്കാൻ വല്ലാത്തൊരാഗ്രഹം വരും. അപ്പൊ ഇന്ന് ചിക്കൻ കറി അബിയുടെ സ്പെഷ്യൽ ആണ്. ഞാൻ പുട്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി ഉണ്ടാക്കാൻ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോ അബി പറഞ്ഞു, വേണ്ട, നീ ഒരുപാട് സഹായിച്ച് കൊളാക്കണ്ട, ഇത് അബി തന്നെ ഉണ്ടാക്കിക്കൊള്ളാന്നാണ് പറയുന്നത്. അപ്പൊ ഇതാ പുട്ട് ഞാൻ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ടേ. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ അബിയുടെ വക ഉള്ളിയരിയിലും ഉള്ളി ചതക്കിലും വെളുത്തുള്ളി ചതക്കിലും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. എത്ര നേരം എന്ന് വെച്ചാൽ കണ്ടിരിക്കാൻ. എനിക്ക് ബോറടിച്ചപ്പോ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വീണ്ടും പോയിട്ടോ. ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് സഹായിക്കാന്ന് വിചാരിച്ചു. അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അബി പറയുന്നത് അത് ഇപ്പോഴല്ലായിരുന്നു ഇടണ്ടേ, അതുകൊണ്ട് ദേ അടിയിൽ കരിഞ്ഞു പിടിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനോടൊക്കെ പിന്നെ അപ്പൊ തന്നെ ഓക്കെ ആയി. ചിക്കൻ നമ്മൾ വാങ്ങിച്ചത് ലിഷ്യസിൽ നിന്നാണ് കേട്ടോ. നല്ല സൂപ്പർ ക്ലീൻ ആക്കിയിട്ടായിരിക്കും അവർ തരിക. ഒരു 1 hour, മാക്സിമം 1.5 hours എന്തായാലും എത്തും. മാത്രമല്ല നമുക്ക് ഡെലിവറി സ്ലോട്ട് ബുക്ക് ചെയ്യാനും പറ്റും. അപ്പതാ അബിയുടെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടോ. നമുക്കിതിപ്പോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. പുട്ട് നമ്മൾ എളുപ്പത്തിൽ ഇങ്ങനെയാട്ടോ ഉണ്ടാക്കല്. ചിക്കൻ കറിയുടെ പാത്രം തുറന്നപ്പോ നല്ല അടിപൊളി സ്മെല്ല്. അപ്പൊ തന്നെ ഏകദേശം മനസ്സിലായി ഇത് നന്നായിട്ടുണ്ടാവും. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും അടിപൊളിയായിരുന്നേ. അപ്പൊ ശരി, പിന്നെ കാണാം. ബൈ.